നമസ്കാരം. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള അതായത് ട്രസ്റ്റുകളായും മറ്റും പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രങ്ങളിൽ പലതിലും അതായത് വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഒക്കെ തന്നെ CPM ആദ്യം ഭക്തരായി കടന്നുകൂടി ചെറിയ തോതിൽ കമ്മിറ്റി മെമ്പർമാരാകും, ഭരണസമിതി അംഗങ്ങളാകും, തുടർന്ന് സെക്രട്ടറിയോ അങ്ങനെയുള്ള ആ ഒരു ഉയർന്ന കുറച്ചുകൂടി അധികാരമുള്ള മേഖലകളിലേക്ക് എത്തും. പിന്നീട് ഇവരുടെ കയ്യിലായി ഭരണം. ഇവർക്ക് ക്ഷേത്രത്തിൽ തോന്നിയതെന്തും കാണിക്കാം. വേണമെങ്കിൽ തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒക്കെ തന്നെ കാണിക്കാം. അതുപോലെ തന്നെ വിപ്ലവ ഗീതങ്ങൾ ആലപിക്കാം, ഒക്കെ ചെയ്യാം. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇത്തരം സംഭവ വികാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഈ ക്ഷേത്രത്തിലെ വരുമാനം അപ്പാടെ പാർട്ടി പ്രവർത്തകരും ചേർന്ന് വിഴുങ്ങുന്ന ചില പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര വസ്തുക്കളും ക്ഷേത്ര സ്വത്തുവകകളും ഒക്കെ വിറ്റ് പണമാക്കിയ സംഭവങ്ങൾ വരെയുണ്ട്. ക്ഷേത്രത്തിലെ ഉരുപ്പടികൾ, വിളക്കുകളും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ സഖാക്കൾ വിറ്റ് കാശാക്കിയ സംഭവമുണ്ട്. എന്തിനാ? ദേവസ്വം ബോർഡിന്റെ ഒരു അംഗീകൃത ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പോലും തോന്നിയാസവും കൊള്ളയുമാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ പ്രൈവറ്റ് അമ്പലങ്ങളിൽ ഈ CPM-കാർ കയറി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? അവിടെ ഒന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ തന്നെ വിശ്വാസമില്ല. നേരത്തെ വിളക്ക് കത്തിക്കുന്ന എണ്ണ കൊണ്ട് പപ്പടം കാച്ചാം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ഇപ്പോൾ അമ്പലങ്ങൾ ഭരിക്കാനായി ഇടിച്ചിട്ടിച്ച് കയറുകയാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന കുറെ ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ CPM ഇടിച്ചു കയറാൻ നിൽക്കുകയാണ്. ഇടിച്ച് എങ്ങനെങ്കിലും അത് കൈപ്പിടിയിൽ ഒതുക്കാൻ ഉള്ള വെമ്പൽ കൊള്ളുകയാണ്. ഞാൻ പൂജ കഴിച്ച അമ്പലത്തിൽ പോലും ഈയിടെ സമാനമായ ഒരു സംഭവം ഉണ്ടായി എന്ന് കേൾക്കുന്നു. ഇത്തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, ക്ഷേത്രഭൂമി അടക്കം മറ്റു പലർക്കും മറിച്ചു കൊടുക്കുകയും അതിനെ വകമാറ്റി, അതായത് ഭൂമിയെ വകമാറ്റി പുറമ്പോക്ക് ഭൂമിയാക്കും, പട്ടയ ഭൂമിയാക്കും, എന്നിട്ട് ആർക്കെങ്കിലും ഒക്കെ മറിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുമുണ്ട് എന്നുള്ള ചില പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇത് മലപ്പുറം ജില്ലയിലെ കരുളായി അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെ ഒരു സംഭവമാണ്. അതായത് മലപ്പുറം ജില്ല ലാൻഡ് ട്രിബ്യൂണലിന്റെ പട്ടയം വിതരണം സംബന്ധിച്ച് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാനത് വായിക്കാം. സംബന്ധിച്ച് പരിഗണനയിലുള്ള നിലവിലെ കുട്ടിക്കടപ്പുകാരായ ശ്രീ ഷൗക്കത്ത് അലി, അസൈനാർ PO കരുളായി എന്നിവർക്ക് ടിയാളുടെ കരുളായി വില്ലേജിൽ 1,20,343/3 സർവേ നമ്പർ 4289 ഹെക്ടർ ഭൂമിയുടെ പട്ടയം നിയമാനുസൃതം അനുവദിക്കുന്നതിന് കരുളായി ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്ര ദേവസ്വത്തിന് യാതൊരുവിധ ആക്ഷേപവും ഇല്ല എന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു ചെയർമാൻ കരുളായി ശ്രീ ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രം കരുളായി PO. ചെയർമാൻ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രം. ട്രൂ കോപ്പി ഇഷ്യൂഡ് ആസ് പെർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിശദമായി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന വ്യക്തിക്ക്, അവിടെ കാലങ്ങളായി താമസിക്കുന്ന വ്യക്തിക്ക് ക്ഷേത്രഭൂമി പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ ആരും അറിയാതെ മലബാറിൽ പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ക്ഷേത്രഭൂമികൾ ഇസ്ലാം മതസ്ഥർക്ക് ദാനമായി നൽകുന്നു. പട്ടയം വരെ സർക്കാർ ദേവസ്വം കൂട്ടുകെട്ടിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു ട്രസ്റ്റുകളോ സംഘടനകളോ ഇതൊന്നും അറിയുന്നില്ലേ, അറിഞ്ഞാലും ജാതിയും രാഷ്ട്രീയവും പറഞ്ഞ് പുറം തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് ഒരു സുഹൃത്ത് അയച്ചു തന്നത്. തീർച്ചയായിട്ടും ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയവുമല്ല. ഇതിനകത്ത് നിയമപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ക്ഷേത്രഭൂമിയിലാണെങ്കിൽ പോലും ഇത്രകാലം താമസിച്ചു കഴിഞ്ഞാൽ അത് അയാൾക്ക് കുടികിടപ്പ് അവകാശ പ്രകാരം കൊടുക്കാനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ ഈ ഭൂമി ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥയിലുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു 10 ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ 10 പേർ അമ്പലത്തിന് ചുറ്റും താമസിക്കുകയാണ്, ഏത് മതസ്ഥരുമാകട്ടെ. അവർക്കൊക്കെ തന്നെ ക്ഷേത്രത്തിന്റെ 2 സെന്റോ അല്ലെ 5 സെന്റോ 10 സെന്റോ ഭൂമി പതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവകാശം ഉന്നയിക്കുകയാണെങ്കിൽ പിന്നെ ആ ക്ഷേത്രത്തിന് ഭൂമി ഉണ്ടാകുമോ? ഇത് നിയമപരമായി ഇതിനെ എതിർക്കാൻ ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ഞാനാണ് ആദ്യം പറഞ്ഞത്. അവർ കൈയാളുന്ന കമ്മിറ്റികളോ അങ്ങനെയുള്ള കമ്മിറ്റികളൊക്കെ തന്നെ ഇതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ക്ഷേത്രഭൂമിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ക്ഷേത്രങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭക്തജനങ്ങളും ഹൈന്ദവ വിശ്വാസികളും ഈ ഒരു കാര്യത്തിൽ നിയമപരമായി, എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് R. കൃഷ്ണരാജ്, അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹം പല ഇത്തരം ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നടത്തി ക്ഷേത്രഭൂമി തിരിച്ചു പിടിച്ച സംഭവങ്ങളുണ്ട്. ഈ കരുളായി ചെമ്മന്തിട്ട ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വിവരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് വേണ്ട നിയമ സംവിധാനങ്ങളിലൂടെ അത് തിരികെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള
സഹായങ്ങളും നിയമസഹായങ്ങൾ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ ഒരു പ്രീണന നയത്തിന്റെ ഭാഗമായി എന്തും ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് മതവും ജാതിയും പറയുകയല്ല. പക്ഷേ ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി, വിശ്വാസി ഭക്തിയോടെ പോകുന്ന ഒരു ക്ഷേത്രത്തിലെ ഭൂമി, ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമി പുറമ്പോക്കാക്കിയും പട്ടയഭൂമിയാക്കിയും മറ്റുള്ളവർക്ക് ആർക്കായാലും പതിച്ചു കൊടുക്കുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കം തന്നെയാണ് എന്നതിൽ തർക്കമില്ല.